രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ കഥം വത്സ്യതി ശ്രീരാമോ വിജനം വനമാശ്രിത, വിജനമായ കാട്ടില്, ബന്ധുക്കളായിട്ട് മറ്റാരും ഇല്ലാത്തതായ കാട്ടില് ശ്രീരാമചന്ദ്രൻ ആ ഭീകരമായിട്ടുള്ള സുഖോചിതമായ യാതൊന്നും ലഭ്യമല്ലാത്ത ആ കാട്ടില് എങ്ങനെയാണ് വസിക്കുക? ഇത് മാത്രമല്ല, രാമനോടൊപ്പം രണ്ടുപേർ കൂടി ഉണ്ടല്ലോ, ഇതേ ക്ലേശങ്ങൾ സഹിക്കുന്നവരായിട്ട്. കഥം കുമാരവും വൈദേഹ്യാസാർത്ഥം വനമുപാശ്രിതവും, വൈദേഹിയോടൊപ്പം ഈ രണ്ട് കുമാരന്മാരും രാമനും ലക്ഷ്മണനും കാനനത്തില് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, കാനനത്തിൽ വസിക്കുന്നു. ആ സീതാദേവിയും ഇതേപോലെ ദുഃഖങ്ങൾ ഒന്നും അനുഭവിച്ചിട്ടില്ല. ദുഃഖം അനുഭവിക്കാൻ യോഗ്യയുമല്ല ദേവി. എപ്പോഴും സുഖമധ്യത്തിൽ വളർന്നവൾ. ജനകപുരിയിലായിരുന്നാലും ഈ അയോധ്യാപുരിയിലായിരുന്നാലും സർവസുഖങ്ങളുടെയും നടുവിൽ മഹാലക്ഷ്മിയായിട്ട് വിരാജിച്ചിരുന്ന സീത എങ്ങനെ അവിടെ ആ കാട്ടിലെ ഈ ദുഃഖങ്ങൾ സഹിക്കും? സുകുമാരിയ തപസ്വിന്യ, ആ സീത സുകുമാരിയാണ്, അങ്ങേറ്റം കോമളമായ ശരീരത്തോടുകൂടിയവൾ, കോമളമായ മനസ്സോടുകൂടിയവൾ, അതുകൊണ്ട് തന്നെ ദുഃഖം സഹിക്കാൻ ശേഷിയില്ലാത്തവൾ. ഇപ്പോഴാകട്ടെ അങ്ങേയറ്റം ദുഃഖിതയായിരിക്കും, സംശയം വേണ്ട. അങ്ങനെ വേദനിക്കുന്നവളായ സീത എങ്ങനെയാണ് ആ കാനനത്തില് വസിക്കുക? അവർ മൂവരും രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കാട്ടിലൂടി എങ്ങനെ നടന്നു? കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതായ ആ കാനനം അത് ഒരിക്കലും നടക്കാൻ യോഗ്യമല്ല. അങ്ങനെയുള്ളതായ സ്ഥലത്തുകൂടി അവരുടെ ആ യാത്ര എത്ര ദുഃഖകരമായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് എന്റെ മനസ്സ് ഇടറുന്നു. അല്ലയോ സുമന്ദ്ര, കിമുവാച വചോരാമ കിമുവാച ലക്ഷ്മണ സുമന്ദ്ര വനമാസാദ്യ കിമി ഉവാച ച മൈഥിലി. ആ കാനനത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അങ്ങേ പറഞ്ഞയക്കുന്ന അവസരത്തില് ശ്രീരാമചന്ദ്രൻ എന്താണ് അങ്ങേ പറഞ്ഞേൽപ്പിച്ചത്? സീതാദേവി എന്താണ്, അല്ലയോ സുമന്ദ്ര, അങ്ങേ പറഞ്ഞേൽപ്പിച്ചത്? കുമാരനായ ലക്ഷ്മണൻ എന്താണ് അങ്ങേ പറഞ്ഞേൽപ്പിച്ചത്? അല്ലയോ സുമന്ദ്ര, ആസിതം ശൈതം ഭുക്തം സൂത രാമസ്യ കീർത്തയ. ശ്രീരാമൻ അവിടെ എങ്ങനെയിരുന്നു? ശ്രീരാമൻ എങ്ങനെ കിടന്നു? ശ്രീരാമൻ എന്ത് ഭുജിച്ചു? ഇതെല്ലാം അല്ലയോ സുമന്ത്രരെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചാലും ഞാൻ ജീവിക്കുന്നത് രാമനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്, രാമ രാമ എന്ന് ചിന്തിച്ചിട്ടാണ്. എന്റെ ജീവന്റെ ആശ്രയം രാമനും ലക്ഷ്മണനും സീതയുമാണ്. ആ രാമനെ കുറിച്ച്, രാമന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് സുമന്ത്രരെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചാലും, രാമൻ എവിടെയുണ്ട് എന്ന് പറഞ്ഞു കേൾപ്പിച്ചാലും, ഇങ്ങനെ മഹാരാജാവ് ദുഃഖത്തോടു കൂടിയിട്ട് രാമനെ കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കാനായി സുമന്ത്രരോട് ആവശ്യപ്പെടുമ്പോ സുമന്ത്രര് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, കണ്ണുനീർ ധാരധാരയായി പ്രവഹിപ്പിച്ചുകൊണ്ടാണ് ദശരഥൻ അത് കേൾക്കുന്നത്.
സുമന്ത്രരുടെ അവസ്ഥയും വേറൊന്നല്ല. കണ്ണുനീർ പ്രവഹിപ്പിച്ചുകൊണ്ട് ഇടറുന്ന കണ്ഠത്തോടു കൂടിയിട്ട് ദുഃഖം സഹിക്കാനാകാതെ കൈകൾ കൂപ്പിക്കൊണ്ട് അഞ്ജലിം കൃത്വ, കൈകൾ കൂപ്പിക്കൊണ്ട് സുമന്ത്രര് ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു പിരിയുന്ന അവസരത്തില് എന്നോട് പറഞ്ഞു, രണ്ട് കരങ്ങൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, മഹാരാജാവായ അങ്ങയെ തന്റെ ശിരസ് കൊണ്ട് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, രാമൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആ വാക്കുകൾ ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. സൂത മദ്വചനാത്തസ്യ താതസ്യ വിദിതാത്മന ശിരസ വന്ദനീയസ്യ വന്ദ്യോ പാദോ മഹാത്മന. അല്ലയോ സൂത, എന്റെ അങ്ങേയറ്റം ആദരണീയനായിരിക്കുന്ന പിതാവ്, മഹാത്മാവായിരിക്കുന്ന പിതാവ്, അതേപോലെ തന്നെ ആത്മജ്ഞാനിയായിരിക്കുന്ന എന്റെ പിതാവ്, അദ്ദേഹം അവിടെ അത്യന്തം ദുഃഖിതനാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തെ അങ്ങ് സമാധാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് എന്റെ ദണ്ഡനമസ്കാരങ്ങളെ അദ്ദേഹത്തെ അറിയിക്കണം. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ടും അറിയിക്കണം. അദ്ദേഹത്തെ ശിരസ്സുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളായിട്ട്, അല്ലയോ സൂത, അങ്ങിങ്ങനെ കേൾക്കുക, ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ നമസ്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ മുന്നില് ഞാൻ നമസ്കരിക്കുന്നു. സൂത, വാക്കുകളെ കൊണ്ട് എന്റെ ഈ നമസ്കാരത്തെ അച്ഛനെ അറിയിച്ചാലും, അങ്ങനെ അദ്ദേഹത്തെ അറിയിച്ചതിന് ശേഷം ആ അന്തഃപുരത്തിലുള്ള എല്ലാ ആളുകളോടും, അവരെല്ലാം കേൾക്കപ്രകാരത്തില് അവരോട് എല്ലാവരോടും എന്റെ വന്ദനങ്ങളെ, എന്റെ നമസ്കാരത്തെ അങ്ങ് അറിയിക്കണം. എന്നിട്ട് അവരോട് പറയണം, ആരോഗ്യം അവിശേഷേണ യഥാർഹം അഭിവാദനം. ഞാൻ ആരോഗ്യവാനായിരിക്കുന്നു, സ്വസ്ഥനായിരിക്കുന്നു, എനിക്ക് യാതൊരു ശാരീരിക ക്ലേശവുമില്ല എന്ന് അവരോട് പറയണം. ഞാൻ ഈ കാട്ടിനുള്ളിൽ ഏറെ വേദനിക്കുന്നുണ്ടാവും എന്ന് അവരെല്ലാം വിചാരിച്ച് അവരെല്ലാം ദുഃഖിതരായിരിക്കുന്നു. അവരുടെ ദുഃഖത്തെ ദൂരീകരിക്കണം. അച്ഛന്റെ ദുഃഖത്തെയും അമ്മമാരുടെ ദുഃഖത്തെയും അന്തഃപുരത്തിലുള്ള എല്ലാവരുടെയും ദുഃഖത്തെയും കൊട്ടാരത്തിലുള്ള സകലരുടെ ദുഃഖത്തെയും അങ്ങ് ദൂരീകരിക്കണം. ഞാൻ സുഖിയായിരിക്കുന്നു, കാരണത്തിൽ വന്നതുകൊണ്ട് എനിക്ക് യാതൊരു ക്ലേശവുമില്ല എന്നറിയിക്കണം. എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും എന്റെ അഭിവാദനങ്ങളെ അങ്ങ് നൽകിയാലും, അവരെല്ലാം അറിയിച്ചാലും, എന്നിട്ട് മാതാച മമ കൗസല്യ കുശലം ചാഭിവാദനം അപ്രമാദം ച വക്തവ്യ ബ്രൂയാശ്ചൈനമിതം വചഃ. എന്റെ അമ്മ കൗസല്യ, ആ അമ്മയോട് എന്റെ ഈ നമസ്കാരങ്ങൾ, ഭക്തിപൂർണമായ നമസ്കാരങ്ങൾ, ഈ മകന്റെ നമസ്കാരങ്ങൾ അങ്ങ് അറിയിക്കണം. എന്നിട്ട് പറയണം, ഞാൻ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അപ്രമാദം ച, ഞാൻ ധർമ്മത്തിന്റെ പന്ഥാവിൽ നിന്നിട്ട് തെല്ലും വ്യതിചലിച്ചു പോകുന്നില്ല എന്നറിയിക്കണം. അങ്ങയുടെ പുത്രൻ എന്നുള്ള നിലയില്, ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന കുമാരൻ എന്നുള്ള നിലയില്, മനുഷ്യൻ എന്നുള്ള നിലയില് ഞാൻ എങ്ങനെയാണോ ധർമ്മത്തെ പരിപാലിക്കേണ്ടത്, അതിന് യാതൊരു കുറവും വരാതെ ഞാൻ ഈ കാട്ടിനുള്ളിലും ധർമ്മത്തെ പരിപാലിക്കുന്നുണ്ട് എന്ന് അമ്മയെ അറിയിക്കണം. അതാണ് അമ്മയ്ക്ക് ആദ്യമായി കേൾക്കേണ്ടത്. എന്നിട്ട് അമ്മയോട് ഈ വാക്കുകൾ പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? ധർമ്മനിത്യ യഥാകാലം അഗ്നിയാകാര പരാഭവ. അമ്മയോട് ഇവിടെ കാരണത്തിൽ സുഖിയായിരിക്കുന്ന എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. അമ്മ ധർമ്മനിത്യയാണ്, ധർമ്മനിത്യയായിരിക്കണം എന്നും എല്ലാ ദിവസവും എല്ലാ നിമിഷവും
അമ്മ ധർമ്മത്തിൽ തന്നെ കുടികൊള്ളണം, ധർമ്മം തന്നെ ചിന്തിക്കണം, ധർമ്മം തന്നെ ആചരിക്കണം. അതിൽ നിന്നിട്ട് ഒരു പ്രകാരത്തിലും അമ്മ വ്യതിചലിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് യഥാസമയത്ത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അഗ്നിഹോത്രശാലയിൽ ചെന്ന് അമ്മ നിർവഹിക്കണം. അതിനൊന്നിനും ഇത്രയും കാലം ഒരു വിഘ്നവും വന്നിട്ടില്ല. ഇപ്പോൾ എന്നെ പിരിഞ്ഞിരിക്കുന്നു എന്നോർത്തിട്ട് അമ്മ വേദനയാല് അഗ്നിഹോത്രാദി കർമ്മങ്ങൾക്ക് അത് തന്നെയും കൃത്യമായി നിർവഹിക്കുന്ന ശ്രദ്ധയ്ക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതായിട്ട് അമ്മയോട് പറയണം. എന്ന് മാത്രമല്ല, ദേവി ദേവസ്യ പാദൗച ദേവവത് പരിപാലയ. അല്ലയോ അമ്മേ, ദേവി ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന ജഗദംബികയാണമ്മ. അമ്മ ദശരഥ മഹാരാജാവിന്റെ പാദങ്ങളെ ഭക്തിയോടുകൂടിയിട്ട് പരിപാലിക്കണം, ആ പാദങ്ങളെ ശുശ്രൂഷിക്കണം. എങ്ങനെയാണോ സാക്ഷാൽ മഹാവിഷ്ണുവിനെ അമ്മ പൂജ ചെയ്യുക, ആ പാദങ്ങളെ നമസ്കരിക്കുക, അതേ പ്രകാരത്തില് ദശരഥ മഹാരാജാവിനെ കണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളെ ശുശ്രൂഷിക്കണം. ഇതേപോലുള്ളതായ സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തില് ഈ ദുഃഖത്തിന് കാരണക്കാരനായിരിക്കുന്ന ദശരഥനോട് അനിഷ്ടം വരും. അത് മനുഷ്യ സഹജമാണ്. കൗസല്യ വളരെ ഉയർന്ന സാത്വികമായ മാനസികാവസ്ഥയോട് കൂടിയവളാകൊണ്ട് മറ്റുള്ളവരെ പോലെ